ഹായ് ഗൈസ്, ഓസ്ട്രേലിയ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളിൽ ചിലരൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ തന്നെയാണ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയുള്ള ഒരു അടിപൊളി ബൈക്ക് ട്രിപ്പാണ്. അപ്പോൾ അത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബൺ അടുത്തുള്ള അടിപൊളി ഒരു ഡാൻഡിനോങ് റേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല കുന്നും മലകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കുള്ള ഒരു സൂപ്പർ ബൈക്ക് ട്രിപ്പ് ജേണിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ ട്രിപ്പ് തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡാൻഡിനോങ് റേഞ്ചസ് ആണ് പോകുന്നത്. അതിവിടെ മെൽബൺ അടുത്തുള്ള നല്ലൊരു മലനിരകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഡാൻഡിനോങ് റേഞ്ചസ് എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു ചെറിയ ബൈക്ക് ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ ബൈക്ക് ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇന്ന് പോകുന്നത്. ഒന്ന് നമ്മുടെ നജിൻ ബായ് ഉണ്ട്, അതുപോലെ ഷാജി അജിത, അതുപോലെ തന്നെ ജെറി ബായ് ഉണ്ട്. പിന്നെ അവിടെ ലഞ്ചിന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നിടത്ത് നമ്മുടെ ബയേഴ്സ് ഹബ് ഏജൻറ്റ് നമ്മുടെ സതീഷ് ബായും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ഇന്ന് ഈ ട്രിപ്പിനുള്ളത്. അപ്പം അതിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത്ര വലിയ സുഖകരമായിട്ടുള്ളൊരു വെതറൊന്നുമല്ല, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്ന വെതറാണ്. മഴയില്ല അതൊക്കെയാലും. ഇന്നലെ വരെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയ ആണ്. ഇവിടുന്ന് ഒരു 10-25-30 കിലോമീറ്ററേ ഉള്ളൂ ഈ പറഞ്ഞ ഡാൻഡിനോങ് റേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നമ്മുടെ ജെറിബായി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 7 ഡിഗ്രി, ഇന്നത്തെ ടെമ്പറേച്ചർ 6 ഡിഗ്രി ഉള്ളു. 6 ഡിഗ്രി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ഹീറ്റിംഗ് സംഭവങ്ങളെല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവാം. നജിം ഭായി അങ്ങനെ കത്തിച്ച് വിട്ടുപോവുകയാണ്. നജിം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ബൈക്ക് എടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പണ്ട് നമ്മുടെ അടുത്ത് ജിൻഡാബൈൻ ട്രിപ്പ് കഴിഞ്ഞ പിന്നെ പുള്ളി ബൈക്ക് അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പുള്ളി ബൈക്ക് എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് അടുത്ത് തന്നെ നമ്മുടെ ജെറിബൈനെ കാണും. പുള്ളി ഇവിടെ ഓൺ ദ വേയിൽ ഹാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളി അവിടുന്ന് മീറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി പോകാനുള്ള പരിപാടിയാണ്. വേറെ ഒന്നുമല്ല, ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നേരത്തെ ഒരു ചെറിയ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ചൂടത്ത് മാത്രമല്ല തണുപ്പത്തും പോകുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഒരു സുഖം. നല്ല നനനനുത്ത തണുത്ത കാറ്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ പോകുന്ന അതും ഒരു സുഖമാണ്. ഇവിടെ എല്ലാം വലിയ ഫാക്ടറികൾ വരുന്നതാണ്. വലിയ ഫാക്ടറി ഇതെല്ലാം ചുമ്മാ തരിശായി കിടന്ന സ്ഥലങ്ങളാണ്. ഗോഡൗണ്, വെയർ ഹൗസ്, ഇതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ മുഴുവൻ. ഫാക്ടറി എന്ന് പറയാൻ പറ്റത്തില്ല. നമസ്കാരം ജെറി ബായ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം ജെറിബായിനെ കണ്ടു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ നരവാരൻ സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കൂടെ അങ്ങനെ പോവുകയാണ്. നരവാരൻ നോർത്ത്. ഇത് വളരെ എന്നാ പറയുന്നത് രസകരമായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. ഇതാണ് ഇവിടെ എല്ലാം ഏക്കറേജുകളാണ്. 1 ഏക്കർ സ്ഥലത്തിനകത്ത് ഒരു വീട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയയിലുള്ള ഇതോ ഈ വീടൊക്കെ കണ്ടോ. അത് 1 ഏക്കർ സ്ഥലമുണ്ട്. ആ 1 ഏക്കർ സ്ഥലത്തിനകത്താണ് ഒരു വീട്. ഇവിടെ നമ്മുടെ ഹൗസിംഗ് എസ്റ്റേറ്റ് പോലെ അടുപ്പിച്ചടുപ്പിച്ച് വീട് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കേട്ടോ ഡാൻഡിനോങ് റേഞ്ചസിൻ്റെ താഴ്വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയ കർഡീനിയ ഡാം ആ ഒരു ഏരിയയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇവിടെ ഭയങ്കര രസമല്ലേ നോക്കി. ഇത് മുഴുവൻ അവിടെ കാണുന്ന മുഴുവൻ ആപ്പിൾ തോട്ടങ്ങളാണ്. വലിയൊരു ആപ്പിളിന്റെ ഫാമാണത്. ഇത് ലിസ്റ്റർ ഫീൽഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അടിപൊളി, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പണ്ട് ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റർ ഫീൽഡ് പാർക്കിന്റെ അടുത്ത് ഇതാരാണ്ട് ചൈനക്കാരുടെ വീടാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങ് ഇവിടെ എല്ലാം ഏക്കറേജ്, ഇഷ്ടം പോലെ 8-10 ഏക്കറിനകത്ത് ഒരു വീട്, അങ്ങനെയാണ്. അത് കുതിര കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നാണ് ലിസ്റ്റർ ഫീൽഡ് പാർക്കിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. അതെ ഇതോട്ടോ. എന്നിട്ട് ആ മേളിൽ കാണുന്ന അത് മുഴുവൻ മറ്റേ നമ്മുടെ ആപ്പിളിന്റെ ഫാം. അതുകൊണ്ടോ വല വിരിച്ചിട്ടേക്കുന്നുണ്ടോ, ഭയങ്കര ആപ്പിൾ ഫാമാണ് അത്. നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ പിക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളല്ല. അത് ഈ ലിസ്റ്റർ ഫീൽഡ് ലേക്കിന്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ആ വഴിക്കാണ് കേട്ടോ. ഇവിടുത്തെ ഒക്കെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വലിയ ഏക്കറേജിനകത്തുള്ള വലിയ വീടുകൾ സംഭവങ്ങളെല്ലാമാണ്. അപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമറാൾഡ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. എമറാൾഡിൽ നിന്ന് നമ്മൾ നേരെ ഒളിൻഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അത് ഈ ഡാൻഡിനോങ് റേഞ്ചസ് എന്ന് പറഞ്ഞ മലനിരകളുണ്ട്, ഇതിൻ്റെ പൊക്കത്തിലേക്കാണ് പോകുന്നത്. ഒളിൻഡയിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സതീഷ് ഭായ് അവിടെ വരും. പിന്നെ ഒരു ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ചു പോരാന്ന് ഓർക്കുന്നു. ഒരു ചെറിയ ട്രിപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫിയോണയായിട്ട് വന്ന് കിടന്ന അന്ന് നമ്മൾ ക്യാമ്പ് ചെയ്ത ലേക്കാണിത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, ഈ ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ നമ്മുടെ കർഡീനിയ ഡാം, അതിൻ്റെ സംഭവങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലാണ്. ഔറ വെയിൽ ലേക്ക് ദയാ കാണുന്നത് കേട്ടോ. അവൻ പോട്ടെ, ധൃതിക്കാരണം. നമ്മൾ എമറാൾഡിലേക്ക് തിരിയുന്ന എവിടം വരെ എത്തി. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ ബെൽഗ്രേവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളിത് അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ഡാൻഡിനോങ് റേഞ്ചസിന്റെ നെറുകയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് നോക്കിയാൽ ഇവിടെ നിന്നുള്ള സീനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. മുഴുവൻ ചെറിയ തണുപ്പ്, അതുപോലെ തന്നെ അതെ നല്ല കോടമഞ്ഞ്. അങ്ങ് ദൂരെ നമുക്ക് കോടമഞ്ഞൊക്കെ കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ബൈക്കിൽ പോകാനായിട്ട് ഇതിപ്പോൾ ഒരു സുഖം കേട്ടോ.
നോക്കിയാൽ ഇവിടുത്തെ നല്ല അടിപൊളി ഇതുണ്ടോ യൂക്കാലിയുടെ മരങ്ങളാണ്. അമ്പര ചുംബികളായിട്ടുള്ള യൂക്കാലിയുടെ മരങ്ങൾക്കിടവഴിയാണ് നമ്മളിങ്ങനെ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ എന്താ ഭംഗിയെന്ന് നോക്കിയാൽ കേട്ടോ. അങ്ങനെ നമ്മൾ പെൻഡ്രൈ ഗളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒലിൻഡായിക്കുള്ള മെയിൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും കൊടുന്തയിലൂടെയാണ്, ഇതൊക്കെ ഏറ്റവും ടോപ്പ് ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ താമസിക്കുന്നിടത്ത് ചൂടുള്ള ദിവസം ഇവിടെ നല്ല തണുപ്പായിരിക്കും. അങ്ങനെ നമ്മളിത് നമ്മുടെ സീസൺസ് റെസ്റ്റോറൻറ്റ് നമ്മുടെ സതീഷ് സജസ്റ്റ് ചെയ്ത സീസൺസ് റെസ്റ്റോറൻറ്റ്, എന്നിട്ട് സതീഷിന് വഴി മാറിപ്പോയി. 3/4 മണിക്കൂറൊന്നുമില്ല, 5 മിനിറ്റ് കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇതുണ്ടോ ക്ലൗഡ് ഹിൽ എന്നും പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു നഴ്സറി ഒക്കെ ഉണ്ട്.
നല്ല ഒരു ഒളിൻഡ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ഇതാണ്. നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി കേട്ടോ. ഇത് അടിപൊളി ഒരു എന്നാ പറയുന്നത് ഒരു നഴ്സറി ഒക്കെയാണ്. പിന്നെ അതേ ഇവിടെ സീസൺസ് റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് സെറ്റായിട്ട് അങ്ങ് പോകാൻ നടക്കുന്നു. ഇത് കേട്ടോ, നല്ല നല്ല ലൊക്കേഷൻ, അടിപൊളി. ഇത് നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, അതുപോലെ തന്നെ അങ്ങ് ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ അതെ ഇങ്ങനെ മേഘം, ഇതല്ലോ മലനിരകളൊക്കെ കാണാം. അവിടെ ആ 2 മരം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വിഷയമില്ല, പക്ഷെ അല്ലെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ നല്ല രസമുണ്ട്. അകത്തൊക്കെ ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സീസൺസ് റെസ്റ്റോറൻറ്റ് ഒളിൻഡ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതുണ്ട് ക്ലൗഡ് ഹിൽ ഗാർഡൻസ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റാണ് സംഭവം. ഇത് നല്ല വൈബുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതുണ്ടോ, അടിപൊളി ഒരു സ്ഥലമാണിത്. ഇഷ്ടംപോലെ എന്നാ പറയുന്നത്, ഇത് ഇവിടെ താഴെ നല്ല ഗാർഡൻ ഉണ്ട്. നമുക്ക് അതിനകത്തൂടെയൊക്കെ ഇറങ്ങി നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗാർഡൻ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതാണിത്. ഇതുണ്ടോ, യു ആർ ഹിയർ എന്നും പറഞ്ഞാൽ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്. ഈ കാണുന്നത്. പക്ഷേ ഇവിടുന്ന് ഈ കാണുന്ന ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു വലിയൊരു ഏരിയയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ഇങ്ങനെ നമുക്ക് നടന്ന് കാണാനുള്ള ഫെസിലിറ്റീസ് സംഭവങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി. ഇവിടെ എന്നാ പറയുന്നത്, അപ്പോൾ നമ്മുടെ മെൽബണിൽ നിന്ന് അധികം ദൂരമില്ല. നമ്മുടെ ഡാൻഡിനോങ് റേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ സ്ഥലത്ത് വരാം. അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണിത്. സീസൺസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ഗാർഡൻ, ക്ലൗഡ് ഹിൽ ഗാർഡൻസ് എന്നാണ്. അതല്ല, അങ്ങ് താഴേക്കുണ്ട് കേട്ടോ, കുറച്ചങ്ങ് ഇറങ്ങി പോകാൻ മാത്രമുണ്ട്. എല്ലാവരും ഇല്ലേ? അങ്ങനെ നമ്മുടെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡാൻഡിനോങ് റേഞ്ചസിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോയ റെസ്റ്റോറൻറ്റ് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വീണ്ടും ഈ പറഞ്ഞ ഒളിൻഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് താഴേക്ക് നല്ലൊരു മൗണ്ടൻ ഹൈവേ ഉണ്ട്. അതിലെ കൂടെയാണ് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഒളിൻഡ എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ഇതാണ് ഒരു കൊച്ചു ജംഗ്ഷനാണ്. ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ 10 ഡിഗ്രി ടെമ്പറേച്ചറേ ഉള്ളൂ. ബൈക്കിൽ പോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളിത് മൗണ്ടൻ ഹൈവേ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്കുണ്ട്. ഇതിലെയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ
ദ ബേസൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ദ ബേസൺ ഇവിടെ എഴുതി വെച്ചേക്കുന്ന മോട്ടോർ സൈക്കിളിസ്റ്റിന് ഇതുണ്ടോ, ഹൈ റിസ്ക് ഏരിയ എന്നാണ്. നല്ല ഇവിടെ എല്ലാം പിന്നെ തീ കത്തിയ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? ഇതുണ്ടോ, നോക്കിക്കേ, ഇതെല്ലാം കരിഞ്ഞ് നിൽക്കുന്ന. ചിലപ്പോൾ കത്തിച്ചായിരിക്കും. ഇവിടെ കൺട്രോൾ ഫയർ എന്നും പറഞ്ഞുകൊണ്ട് കത്തിയതായിട്ട് നമുക്കറിയത്തില്ല. അതെ ഇത് കൺട്രോൾ ഫയറാണ്. മരമെല്ലാം കരിഞ്ഞു നിൽക്കും. ഇത് അടിപൊളി സ്ഥലമാണ്, അടിപൊളി റൂട്ടാണ്. മൗണ്ടൻ ഹൈവേ. നമ്മൾ ഈ ഒളിൻഡോയിൽ നിന്ന് ബേസണിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല രസമാണ് ബൈക്കിൽ പോകാനായിട്ട്, അടിപൊളി. ഇവിടെ മരത്തിൻ്റെ തൊലി കിടക്കുന്നുണ്ട്. അത് നമ്മുടെ ബൈക്ക് മറിയാനുള്ള അല്ലെങ്കിൽ പാളിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്, സ്കിഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഇതുപോലെയുള്ള റൂട്ടിൽ കൂടെ ബൈക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കുട്ടിക്കാനമൊക്കെ പോകുന്ന ഒരു ഫീലുണ്ട്. പൊക്കത്തി കുറെ ഇപ്പോൾ ഇതാണ് ബേസിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫെൻട്രി ഗളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി ജെറി ബൈക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഈ പറഞ്ഞ ഡാൻഡിനോങ് റേഞ്ചസിൽ പോയി അടിപൊളിയായിട്ട് ഒരു ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നതോടും വരെ താങ്ക് യു വെരി മച്ച്.